ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഒരുപാടൊന്നും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല, ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പം നമ്മൾ പണികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ അതാ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആർക്കും ബോറടിക്കുന്നില്ലല്ലോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് അറിയിച്ചോളൂ കേട്ടോ. എന്നാൽ പിന്നെ കുറച്ചൊക്കെ ഞാൻ ലെങ്ത്തൊക്കെ കുറച്ച് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക. വീഡിയോ എടുക്കുന്ന നേരം എന്തായാലും നമ്മളിങ്ങനെ എടുത്തെടുത്ത് കുറച്ച് ലോങ് ആയി പോകുന്നതാണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ ഇനി ചെറിയ ചെറിയ വ്ളോഗൊക്കെ ആയിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത വീഡിയോസൊന്നും ഇപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ ഇങ്ങനെ കട്ടാക്കി കുറച്ചാണ് ഇത്രത്തോളം എത്തിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണേ. കുറച്ച് ദിവസങ്ങളായിട്ട് വെക്കേഷനൊക്കെ ആയി നമ്മൾ 4-5 ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ വീട്ടിൽ. അപ്പോൾ ഓരോരോ എന്താ പറയുക, എൻ്റെ വീട്ടിലേക്ക് പോയിട്ടും പിന്നെ താത്തൻ്റെ വീട്ടിലേക്ക് പോയിട്ടൊക്കെ അങ്ങനെ 2-3-4-5 ദിവസം എന്ന് പറയുക അല്ലേ, ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ 4-5 ദിവസം നമ്മളിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മുറ്റടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും നിറഞ്ഞ് കിടക്കുകയാണ് ഇലകളെല്ലാം. അപ്പം എല്ലാം ഒന്ന് അടിച്ചു വാരി നീറ്റാക്കി എടുക്കട്ടെ. ഇന്നിപ്പോൾ അതാ മുറ്റത്തേക്ക് ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെ അത്യാവശ്യം വെയിലൊക്കെ ആയി വന്നിട്ടുണ്ട്. കാരണം നമുക്ക് അതിരാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുള്ളതാണല്ലോ. അപ്പം എന്താ പറയുക, കുറച്ച് ലേറ്റായിട്ടൊക്കെ എണീച്ചിട്ട് നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് മുറ്റത്തേക്ക് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ വീഡിയോയും ഞാൻ നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോയും കൂടി ഒന്നിച്ച് ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ആണെന്ന് പറയുക. എന്താന്ന് പറഞ്ഞാൽ വീട്ടുജോലികളാകുമ്പോൾ നമുക്ക് ഒറ്റ അടിക്ക് തന്നെ എല്ലാം കൂടി എടുത്ത് തീർക്കാനൊന്നും കഴിയില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം വെച്ചിട്ടാണ് ഞാൻ പണികളൊക്കെ എടുത്ത് തീർക്കുന്നത് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ മുറ്റം റൗണ്ട് അടിച്ച് അങ്ങനെ വൃത്തിയാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. എത്ര വെയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സ് വെച്ചാൽ പിന്നെ അത് തീർത്തിട്ടേ ബാക്കിയുള്ള കാര്യം ഉണ്ടാവുമല്ലോ അല്ലേ. അത്യാവശ്യം പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മക്കളെ നമ്മുടെ മുറ്റടിക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇതാ നമ്മൾ തട്ടിയെടുക്കലൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അകം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഫോണൊക്കെ തോണ്ടി ഇങ്ങനെ റെസ്റ്റ് എടുത്തിരുന്നിട്ടുണ്ട്. അധികം സമയം ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമയം തികയൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ അങ്ങനെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളിതാ പണികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിലും ഇന്ന് ക്ലീനിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ, ഒരുപാട് ലെങ്തി ആയി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇനി കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ്. രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ കിച്ചണിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതിനെ കൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ.
ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ട സ്ഥലത്തല്ല ഇവിടെ ലൈറ്റുകളൊന്നും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അന്ന് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ സംഭവിക്കും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നവരാണ് നമ്മളെ ഓപ്പോസിറ്റ് തന്നെ ലൈറ്റ് ഉണ്ടായിട്ട് ഇങ്ങനെ എന്താ ക്ലിയർ കമ്മിയാണ് നമ്മളെ വീഡിയോക്കൊക്കെ. പറയുമ്പോൾ നല്ല ഫോണും മറ്റു സംഗതികളൊക്കെ എല്ലാം ഇപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ എടുത്തിട്ട് എങ്ങനെ ആയാലും ലൈറ്റ് കണ്ടു അങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഇതായി നിൽക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ലിയർ കിട്ടുന്നില്ല വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. പറ്റും പോലൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് ചേഞ്ച് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലോണം ചേഞ്ച് ആക്കിയതിന് ശേഷമൊക്കെ നമുക്ക് വീഡിയോ നന്നായിട്ട് തന്നെ ഇടാനായിട്ട് നോക്കട്ടോ. അപ്പം ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ പത്തിരിയും കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സവാളയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പോൾ ഈ സവാളനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നുമല്ല, ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ബാക്കിയായി പോകില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മുട്ടയൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ചധികം സവാള അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുകും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം 2-3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൺചട്ടിയിലാകുമ്പം ഉള്ള സുഖം എന്താണെന്ന് വെച്ചാൽ മൺചട്ടി ചൂടായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ വാടി കിട്ടാൻ സുഖമാണ് കേട്ടോ. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് പത്തിരി അവിടെ വാട്ടിയെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കറി റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പത്തിരി ചുട്ടിട്ട് മക്കൾക്കൊക്കെ വേഗത്തിൽ കൊടുക്കാനൊക്കെ സുഖമാണല്ലോ. ഇപ്പോൾ ഇന്നിപ്പോൾ മക്കൾക്ക് പോകാനുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തണുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ സമയം വേസ്റ്റായി പോയാലും അവർക്കാണ് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വേഗത്തിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിക്കുട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടി കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറയുക, മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എരിവും പൊടിയും പുളിയല്ല എരിവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ പാകത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക 2-3 സെക്കൻഡും കൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കാരണം ഉള്ളിയിലേക്ക് ഇതെല്ലാം ഒന്ന് പിടിക്കണമല്ലോ, അപ്പോഴല്ലേ ടേസ്റ്റ് എല്ലാം എടുത്ത് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിയിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഉമ്മക്ക് നോമ്പുമാണ്, സാനി ഇവിടെ ഇല്ലതാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും സിനുവിനും മാത്രം മതിയല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് മാത്രം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 മുട്ട മാത്രം പൊട്ടിച്ച് വെച്ചിട്ടുള്ളൂ. ഉള്ളി നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഇവരാരും എന്താ പറയുക സാധനം ഇവിടെ ഇല്ലാത്തതും ഉമ്മ നോമ്പ് വെച്ചതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരേ അളവിന് തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പിന്നെ ഏതായാലും കട്ട് ചെയ്തതല്ലേ, വേവിച്ച് വെച്ചാൽ നമുക്ക് പിന്നെയും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളി മൊത്തത്തിൽ അങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 മുട്ട മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് എന്താ പറയുക പിന്നെ ഡ്രൈ ആയി വരണമല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിപ്പൊടി അവിടെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും പറഞ്ഞ മാതിരി തന്നെ എല്ലാവർക്കും ഉള്ള അളവിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ കുഴച്ചിട്ട് കുറച്ച് നമുക്ക് പരത്തി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. വൈകുന്നേരം നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാമല്ലോ എന്നാലേ. അപ്പോൾ അങ്ങനെ കുറച്ച് പരത്തി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിലും കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോവും. മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് വേറെ മറ്റ് പണികളൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം നമുക്ക് ചെയ്തെടുക്കുക. നമുക്ക് കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഒരു പണി മാത്രമല്ലല്ലോ ഉണ്ടാവാറുള്ളത് അല്ലേ. ശരി, അപ്പോൾ ഇനി നമുക്ക് പത്തിരിപ്പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക.
ഇപ്പോൾ 2-3 ദിവസമായിട്ട് പത്തിരി തന്നെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ പച്ചരി വെള്ളത്തിലിടാൻ എന്നും മറന്നു പോകും. അപ്പോൾ ദോശക്കുള്ള മാവ് അരച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചരി വെള്ളത്തിലേക്ക് കുതിരാനായിട്ട് ഇട്ട് വെക്കണമല്ലോ, രാത്രിയോ അല്ലെങ്കിൽ പകലൊക്കെ ആയിട്ട് ഇട്ട് വെക്കേണ്ടതല്ലേ. അപ്പോൾ എന്നും അത് മറന്നു പോകും. അതുകൊണ്ട് തന്നെ പത്തിരിയാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മളിങ്ങനെ തുടർച്ചയായി ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ പത്തിരി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുള്ളൊരു പണിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗത്തിൽ പത്തിരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ. അങ്ങനെ പത്തിരി പരത്തലും ചുടലും കൂടി ആയിട്ട് ഏകദേശം തീരാനായിട്ടുണ്ട്. പിന്നെ കുറച്ച് പത്തിരി നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രിഡ്ജിലേക്ക് പരത്തിയിട്ട്. അങ്ങനെ അങ്ങനെ എല്ലാം ഇവിടെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് എന്താ പറയുക നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് പോവല്ല, ലൈക്ക് ചെയ്തിട്ട് നമ്മളെ വീഡിയോസ് മൊത്തത്തിൽ ഇങ്ങനെ കാണുക കേട്ടോ. കണ്ടതിന് ശേഷം ലാസ്റ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നതാണ്, എന്നാലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ആ പാത്രങ്ങളൊക്കെ വേഗത്തിൽ അങ്ങ് കഴുകി വെക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ചായ കുടിക്കാനൊക്കെ.
പാത്രങ്ങൾ എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയാൽ അങ്ങനെ തികയൂലല്ലോ. ഇപ്പം ഞാൻ കണ്ണടച്ചിട്ട് ഇങ്ങനെ പോരലാണ് കേട്ടോ. ഏതെങ്കിലും ഷോപ്പിലേക്കൊക്കെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേത് എനിക്ക് പാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ എടുക്കാതെ പോരാനേ തോന്നാറില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയ സമയത്ത് അവിടെ ഒരുപാട് നല്ല നല്ല വെറൈറ്റി പാത്രങ്ങളൊക്കെ കണ്ടിട്ടോ. എല്ലാം ഒന്ന് എടുത്തും വെച്ചും ഇങ്ങനെ നോക്കി നോക്കി എൻ്റെ മോളിൻ്റെ എന്നെ വലിച്ചു കൊണ്ടുവരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്നും എനിക്ക് എടുക്കാതെ പോരാൻ തോന്നൂല. അങ്ങനെയാണ് പാത്രങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനും വിചാരിക്കും ഇപ്പോൾ എത്ര വാങ്ങി കൊണ്ടുവന്ന് വെച്ചാലും പിന്നെ നമുക്ക് നല്ല പിന്നെ ജോലി ഉണ്ടാവുക. കാരണം അതൊക്കെ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കേണ്ടിയൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ട് അങ്ങനെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചത്. ഇനി ഞാൻ വാങ്ങൂല എന്നൊക്കെ ഒരു പ്രതിജ്ഞ പോലെ എടുത്തിട്ടാണ് ഇപ്പോൾ ഏതെങ്കിലും ഷോപ്പിലേക്കൊക്കെ പോവാറുള്ളത്. അങ്ങനെ നമ്മുടെ പാത്രം കൈകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇവിടെ ഒക്കെ ഉണ്ടല്ലോ എന്താ പറയുക നമ്മളെ ഈ ഒരു കൗണ്ടർ ടോപ്പുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടുക. എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് കൈയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കഴുകിയതിന് ശേഷം നമുക്ക് പോയി ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ചായ കുടിക്കുമ്പോൾ നല്ല സമാധാനത്തോട് കൂടി തന്നെ നമുക്ക് കുടിക്കാമല്ലോ. മറ്റേ പാത്രങ്ങൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുമ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ ചായ കുടിച്ചതിന് ശേഷം അതെല്ലാം കഴുകണ്ടേ എന്നൊക്കെ ഉള്ളൊരു ഇതിൽ അത്ര ഒരു മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം നീറ്റാക്കിയിട്ടതിന് ശേഷം നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുക എന്നുണ്ടെങ്കിൽ നല്ല സമാധാനത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ചായ കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം നമ്മൾ പിന്നെ ചായ കുടിച്ചിട്ടുള്ള പാത്രങ്ങൾ മാത്രമല്ലേ കഴുകി വെക്കാനുണ്ടാവുള്ളൂ. അപ്പം ഇടയ്ക്കൊക്കെ അങ്ങനെയും ചെയ്യും, ഇടയ്ക്കൊക്കെ നമ്മൾ മാറ്റി പിടിക്കാറുണ്ട് കേട്ടോ. എന്നാലും ഇടയ്ക്ക് അങ്ങനെ എന്താണെന്നോ നമ്മളെ മൂഡിനനുസരിച്ചിരിക്കും എല്ലാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇതാ നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചായക്കുടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വലിയ തോതിലുള്ള പണികളൊന്നുമില്ല, കുക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇന്നലെ നമ്മളെല്ലാ ക്ലീനിങ്ങും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ ക്ലീനിങ് ആണെന്നുള്ളത്, ഇന്നലെ ക്ലീനിങ്ങിൻ്റെ ദിവസമാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നമുക്ക് അങ്ങനത്തെ പണികളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫുഡ് വേഗത്തിൽ റെഡിയാക്കി എടുത്താൽ പിന്നെ നമുക്ക് നല്ലോണം റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ ഇങ്ങനെ എല്ലാ പണികളും എടുത്ത് ഇങ്ങനെ നമുക്ക് ചടിച്ച് അങ്ങനെ ബോറടിച്ച് നടക്കണ്ടല്ലോ. അപ്പോൾ ചില ദിവസം നന്നായിട്ട് പണികളൊക്കെ ഉണ്ടാവും, ചില ദിവസം നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ചിക്കൻ കറിയാണ് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോറ് എന്ന് പറയുന്നത് നെയ്ച്ചോറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്കൊരു നെയ്ച്ചോറും ഉണ്ടാക്കുക, പിന്നെ പപ്പടം പൊരിക്കുകയും ചെയ്യുക. വേറെ എന്താ ഉപ്പേരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വേഗത്തിൽ പണി തീർത്തിട്ട് വെറുതെ ഇരിക്കാനാണ് ഇന്നത്തെ പ്ലാനിങ്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. നെയ്ച്ചോറിനുള്ള സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ജീരകം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് നോക്കേണ്ടി കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് മതി കേട്ടോ. ഒരു എന്താ പറയുക, ഒരു 1/2 ടീസ്പൂണോളം വേണ്ട, ഒരു 1/4 ടീസ്പൂണിൻ്റെ കുറച്ചും കൂടി. അങ്ങനെ വലിയ ജീരകം കുറച്ച് നമ്മൾ സവാള വഴറ്റുന്നതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നെയ്ച്ചോറിന് കേട്ടോ. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നൊരു സംഭവമാണല്ലോ നമ്മുടെ നെയ്ച്ചോറ് എന്ന് പറയുന്നത്. പിന്നെ കുക്കറിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഈസിയിൽ തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ പാത്രത്തിലാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. നെയ്ച്ചോറ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ആ ഒരു പണിക്ക് നിൽക്കാറില്ല കേട്ടോ. കാരണം നമുക്ക് നന്നായിട്ട് കിട്ടുക എന്നുണ്ടെങ്കിലല്ലേ നമ്മൾ അങ്ങനത്തെ സംഭവം ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് മാത്രം നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും കറിയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പപ്പടം ഉണ്ട്. ആ പപ്പടം അങ്ങനെ പൊരിച്ചെടുക്കുക വിചാരിച്ചൊരു എന്താ പറയുക 5-8 പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പപ്പടം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പൊരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കട്ടെ. എന്തായാലും നമ്മൾ പൊട്ടിച്ചിട്ടല്ലേ കഴിക്കുക. അപ്പോൾ അതിപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് കഴിക്കാനും സുഖമാണല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് പൊരിക്കാനായിട്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചൂടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇത് ഫസ്റ്റത്തെ പപ്പടം അങ്ങനെ ചെറുങ്ങനെ ഒരു ഫ്ലോപ്പായി പോയിട്ടുണ്ട്. എന്താ പറയുക, ശരിക്കും നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമല്ലേ നമ്മൾ പപ്പടം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പുള്ളി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു പ്രശ്നം വന്നു. അങ്ങനെ ഇതാ അത്യാവശ്യം മുരിഞ്ഞ് വന്നപ്പോൾ ഞാനിത് കോരി മാറ്റിയാണ്. ഇനി നെക്സ്റ്റ് ഇടുന്ന സമയത്ത് ഇതാ വേഗത്തിൽ തന്നെ അങ്ങനെ വീർത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ശരിക്കും കറക്റ്റ് ചൂടെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. ഫുഡെല്ലാം ഇന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയതിനെക്കൊണ്ട് ഇനി നമുക്ക് എപ്പോഴാണോ വിശക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് അങ്ങ് എടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ചിക്കൻ കറിയും പപ്പടവും നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സിനുവിന് ഇന്ന് ട്യൂഷനുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ സിനു ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി നേരത്തെ തന്നെ ഫുഡ് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ഇനി കുറച്ച് അലക്കിയതെല്ലാം ചിക്കാനുണ്ട്. അപ്പം ആദ്യം എന്താ പറയുക, അലക്കി ചിക്കിയതുണ്ടല്ലോ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് വേണം ഇനി നമുക്ക് അലക്കിയത് അയലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.